ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. SM വ്ലോഗ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാടത്തേക്ക് പോയ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഒരു സൽക്കാരത്തിന് പോയ വിശേഷവും പിന്നെ കുട്ടികളുടെ കുറച്ച് കോമാളിത്തരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എന്തായാലും ക്ഷമയോടുകൂടെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതെന്താ നോക്കട്ടെ, സോനുവിൻ്റെ പഴയ പാൻറ്റില്ലേ കീറിയത്. അതുകൊണ്ട് ഞാൻ സോനുവിന് ഒരു കുപ്പായം ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ നോക്കട്ടെ. സോനു ശരിക്കും നിന്ന് കൊടുക്ക്. കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കും. ഓരോ കണ്ടുപിടുത്തങ്ങളല്ലേ എൻ്റെ. ഈ പാൻറ് അവിടുന്ന് എടുത്തു വെച്ചാണ് ആ തൊടുന്നോ? അതാകെ പൊളിഞ്ഞു. ഇവിടെ ഒന്നുകൂടി ശരിക്കും കഴുത്തിൻ്റെ അവിടെ കയറ്റി കൊടുക്ക്. ആ അങ്ങനെ. ഇനി ബാക്ക് നോക്കട്ടെ. അയ്യവാ നോക്കട്ടെ, ബ്ലൗസ് സാരി നോക്കട്ടെ സോനു. അതിന് സോനു അടിപൊളി കൂടല്ലോ. ആരാണക്കത് പഠിപ്പിച്ചെന്ന്? ടിക്ടോക്കോ? ഞാൻ എന്നെ കാണാതെ ഫോണിൽ ടിക്ടോക്ക് കാണിയിരുന്നു. ആ സോനു, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത് കാണും, സ്റ്റാറ്റസിലിട്ടാ. അങ്ങനെ ഞങ്ങൾ സൽക്കാര വീട്ടിലെത്തിയിട്ടുണ്ട്. സൽക്കാരം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ, ഞങ്ങൾ തന്നെയേ ഉള്ളൂ. മുൻകാക്കുൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു, അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വീട്ടിലായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ അവരൊന്നും ഉൾപ്പെടുത്താതെ ഞങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. കുഴിമന്തി, ബീഫ്, അതുപോലെ ഗോതമ്പ് പായസം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോരാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ നമ്മളിങ്ങനെ സൽക്കാരങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കുടുംബക്കാരാണോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരാണോ അതൊന്നും നോക്കിയിട്ടല്ല കേട്ടോ പോവാറ്. നമ്മുടെ ഇങ്ങോട്ട് എത്രത്തോളം ബന്ധം കാണിക്കണോ അതുപോലെ പോയി അങ്ങോട്ടും തിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഉപ്പാൻ്റെ പാടം കാണാൻ വേണ്ടി പോന്നതാട്ടോ. സൽക്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉപ്പാൻ്റെ പാടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരലില്ല, ഇവിടെ കാണലും ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പൂളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, പൂള, കൂർക്ക അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ പൂള പറിക്കുമ്പോഴും അതേപോലെ കൂർക്ക പറിക്കുമ്പോൾ അപ്പോൾ നമ്മളതിങ്ങനെ പെറുക്കാൻ വേണ്ടി പോയിരുന്നല്ലോ ചെറുപ്പത്തിലൊക്കെ. അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർമ്മ വരിക. അതേപോലെ ഭയങ്കര ഒരു ഇങ്ങനെയുള്ള ഈ പാടത്ത്, അതേപോലെ നമ്മൾ ഈ പുഴകളിൽ, തോടുകളിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട്, മനസ്സിനൊരു സമാധാനമാണ്. നമ്മുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു വല്ലാത്തൊരു ഫീലാണ്. എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പാടത്തൊക്കെ പോവുക, അതേപോലെ പറമ്പുകളിലോ അങ്ങനെയൊക്കെ പോയാൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. അതേപോലെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളുടെ അടുത്ത് കൂടെയൊക്കെ പോവുക, അവരൊക്കെ കാണാൻ പോവുക, എപ്പോഴും ആ ഒരു സ്നേഹബന്ധം പുതുക്കുക എന്നുള്ള ഒരു അത് വിചാരിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൊറോണ പ്രശ്നങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പരമാവധി പോവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പോവുകയാണെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവുക, കാണുക ഒക്കെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പ്രായമായവരൊക്കെ നമ്മളോട് അവർ കഴിഞ്ഞു പോയ ആ ഒരു അവസ്ഥ, സാഹചര്യങ്ങളും അവരുടെ കൃഷിപ്പണിയൊക്കെ ചെയ്തിരുന്ന ആ ഒരു കഷ്ടപ്പാടും അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിലൊരു പുതുമയൊന്നും തോന്നാറില്ല. പക്ഷെ നമ്മൾ എന്ത് കാര്യം ഇങ്ങനെ അനുഭവിച്ചറിയുമ്പോഴേ നമുക്കതിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒട്ടും ഇതൊന്നും അറിയില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക.
പക്ഷെ നമ്മൾ തന്നെ പോകണില്ല, പിന്നല്ലേ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കാണുമ്പോൾ പലർക്കും ആ ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എന്താണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ആർക്കൊക്കെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്ന കുറേ വാഴ, പൂള, കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഓരോ സാധനമൊക്കെ വീട്ടിലത്തെ പച്ചക്കറികളായിട്ടും അങ്ങനെ ഓരോ ആവശ്യത്തിനൊക്കെ കൊണ്ടുവരുന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ എന്തൊക്കെ ഉള്ളതെന്നൊന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പാടത്തിലൂടെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തൊരു വിഷമങ്ങളുണ്ടെങ്കിലും അത് നമ്മളൊരു യാത്ര ചെയ്താൽ ആ ഒരു ടെൻഷൻ മനസ്സിൽ നിന്ന് പോയി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യാറെന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ എനിക്ക് വല്ലാത്ത വിഷമമോ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകും. അങ്ങനെയാണ് ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഫോണിൽ വല്ല പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് അവിടെയൊക്കെ പറയാനുള്ള എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ യാത്ര പോവുക. ഒരു യാത്ര പോയി വന്നാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടും കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളടുത്ത് കൂടെയെങ്കിലും അവരെ കാണാനെങ്കിലും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ പൊന്നുൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു തല കണ്ടു വന്നപ്പോഴത്തേന് ഞങ്ങൾ സോനു ആ തലയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുനിക്കാക്കു പോവാൻ അർജൻറ്റായിട്ട് അവിടെ വണ്ടിമ്മ പോയിരുന്നിട്ടുണ്ട്. എപ്പോഴും നമുക്കൊരു സ്വസ്ഥത കിട്ടുമല്ലോ വീഡിയോ ചെയ്യാം. നമുക്ക് ടൈമും ഉണ്ടാവില്ല, എപ്പോഴും ബിസി ആയിരിക്കുമല്ലോ. ഇനി ടൈം ഉണ്ടെങ്കിലും അതിന് പറ്റിയ ഒരു സാഹചര്യങ്ങളും ആയിരിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കി. ഒരാൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ അങ്ങോട്ട് നോക്കും. ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. മുനിക്കാക്കുവാണെങ്കിലും നല്ല കലിപ്പിലുമാണ്. അവിടുന്ന് ആളുകൾ നോക്കുന്നുണ്ട്, എൻ്റെ ഒരു വീഡിയോ ഫോൺ എന്നൊക്കെ പറഞ്ഞ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും എന്താണോ കിട്ടിയത് അത് വെച്ച് എങ്ങനെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.